Hello, welcome all. Today we are going to study bending of beams. Let us go to the first slide. ബെൻഡിങ് ഓഫ് ബീംസ് നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് എങ്ങനെയാണ് ബെൻഡിങ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബീം എന്ന് പറയുന്നത് അതായത് ഒരു ലെങ്ത് ഈസ് മോർ ദാൻ ഇറ്റ്സ് തിക്നെസ് ഓർ ബ്രെഡ്ത്ത്. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിൻ്റെ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു മൊമെൻറ്റിനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ബെൻഡിങ് മൊമെൻറ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ ബീമിന് ഒരു ചേഞ്ച് ഓഫ് ഷേപ്പ്, അതായത് ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. So basically there is a moment. Moment means there is a couple. So what we can say, when a beam is fixed at one end and loaded at the other end, it is bent under the action of a couple due to the applied load. അപ്പോൾ നമ്മൾ ഒരു വെയിറ്റ് അതിൽ തൂക്കിയിടുകയാണെങ്കിൽ, ഒരു മീറ്റർ സ്കെയിൽ എടുത്തു, അല്ലെങ്കിൽ ഒരു നീളമുള്ള ഒരു തടി എടുത്തു, യൂണിഫോം ആണെങ്കിൽ ആ ബീമിൻ്റെ ഒരറ്റത്ത് ഒരു ലോഡ് തൂക്കി കെട്ടിയാൽ ആ ലോഡ് കൊണ്ടുണ്ടാക്കുന്ന എന്ത് സംഭവിക്കുന്നു? കപ്പിൾ കൊണ്ട് അവിടെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. ഇനി the plane ABCD in which the beam is bent is known as the plane of bending. Is the same as the plane in which the couple acts. ഈ പ്ലെയിൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ബെൻഡിങ് നടക്കുന്ന പ്ലെയിനിനെ നമ്മൾ പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്നും, അത് ഈ കപ്പിൾ എന്ന് പറയുന്നത് two equal and opposite forces separated by a small perpendicular distance is called a couple. അതാണ് ഈ കപ്പിൾ എന്ന് പറയുന്നത്. ആ കപ്പിൾ എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സുകൾ, ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ ഒരു സർഫസിൽ, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയും ആ രണ്ട് ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നതിനെയാണ് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദ അപ്പർ സർഫസ് ഓഫ് ദ ബീം ഇസ് എലോങ്ങേറ്റഡ് ആൻഡ് ദ ലോവർ സർഫസ് ഇസ് കംപ്രസ്ഡ്. അതായത് ഈ ബീം ഒരുപാട് ഫൈബേഴ്സ്, ഒരുപാട് എലമെന്റ്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ആ മിഡിൽ ന്യൂട്രൽ ലെയറിന് താഴെയും മുകളിലും കുറേ എലമെന്റ്സ് അല്ലെങ്കിൽ ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ബീമിനെ സംബന്ധിച്ചിടത്തോളം ആ ബീമിന്റെ ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള എലമെന്റ്സുകൾ അത് കംപ്രസ് ആവുകയും ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള എലമെന്റ്സ് അത് എലോങ്ങേറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ the upper surface of the beam is elongated and the lower surface is compressed. There is a gradation in the elongation of the longitudinal filaments, with the filaments on the upper surface having maximum elongation. അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള എലോങ്ങേഷൻ, നമ്മൾ മുകളിലേക്ക് പോകുന്തോറും ഓരോ ഫിലമെന്റും എലോങ്ങേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് താഴേക്ക് വരുന്തോറും ഈ ബീമിന്റെ ഫിലമെന്റ്സുകൾ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. The elongation of the filaments reduces with the distance from the upper surface and becomes zero, known as neutral surfaces. അതായത് ന്യൂട്രൽ സർഫസ് എന്ന് വെച്ചാൽ ഈ ബീമിന്റെ ഏറ്റവും മിഡിൽ ആയിട്ടുള്ള നടുക്കുള്ള ഒരു സർഫസ് നമ്മൾ സങ്കല്പിച്ചാൽ അവിടെ എലോങ്ങേഷനും ഇല്ല, കംപ്രഷനും ഇല്ല. അതായത് there is no change in the length of the filament. അതിനെയാണ് നമ്മൾ ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത്. ദ പ്ലെയിൻ ഓഫ് ബെൻഡിങ് ആൻഡ് ദ ന്യൂട്രൽ സർഫസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിനെയാണ് പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത്. അതേസമയത്ത് ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സർഫസ് സെന്ററായിട്ട് ആ ബീമിന്റെ സെന്ററായിട്ട് വരുന്ന ഒരു ഹൊറിസോണ്ടൽ സർഫസിനെയാണ് ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത്. ഈ രണ്ട് സർഫസുകളും പെർപെൻഡിക്കുലർ ആയിരിക്കും. The plane of bending and neutral surface are perpendicular to each other. So we can define a neutral axis which is the line of intersection of the plane of bending with the neutral surface. അപ്പോൾ ഈ ന്യൂട്രൽ സർഫസും പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു ലൈൻ, ഒരു ഇന്റർസെക്ഷനിലാണ് അതിനെയാണ് ന്യൂട്രൽ
ആക്സിസ് എന്ന് പറയുന്നത്. Below the neutral surface, the filaments are compressed. The compression of filaments is a maximum at the lower surface. അപ്പോൾ ഏറ്റവും അവസാനത്തെ സർഫസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രഷൻ ഓഫ് ഫിലമെന്റ്സ് സംഭവിക്കുന്നത്. ഏറ്റവും മുകളിലത്താണ് ഏറ്റവും കൂടുതൽ എലോങ്ങേഷൻ സംഭവിക്കുന്നത്. The centers of curvature of the longitudinal filaments lie on the straight line perpendicular to the plane of bending. This straight line is called axis of bending. The centers of curvature of the longitudinal filaments lie on the straight line. അതായത് ഈ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ ആ കർവ് ഒരു സർക്കിളിന്റെ ഭാഗമാണ്. അപ്പോൾ ആ സർക്കിളിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഒരു കർവിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഏത് സർക്കിളിന്റെ സെന്റർ ആണോ ആ കർവിന്റെ ഒരു ഭാഗമായ ആ സർക്കിളിന്റെ ഒരു ഭാഗമായ കർവ്, ആ സർക്കിളിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ എല്ലാ ഫിലമെന്റുകൾ ഇങ്ങനെ കർവ് പോലെ ഇരിക്കുന്നെങ്കിലും ആ കർവ് പോലെ ഇരിക്കുന്ന എല്ലാ ഫിലമെന്റുകളുടെയും സെന്റർ ഓഫ് കർവേച്ചർ എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബെൻഡിങ്. അതായത് നമ്മൾ പറഞ്ഞു പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്ന് പറഞ്ഞ ഒരു വെർട്ടിക്കൽ പ്ലെയിന് നമ്മൾ കാണാൻ സാധിക്കുന്നു. ആ വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈനാണ് എന്ത്, ഈ സെന്റർ ഓഫ് കർവേച്ചറുകളെല്ലാം ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. അതിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു: ന്യൂട്രൽ സർഫസ്, ന്യൂട്രൽ ആക്സിസ്, പ്ലെയിൻ ഓഫ് ബെൻഡിങ്, പിന്നെ ആക്സിസ് ഓഫ് ബെൻഡിങ്. അത് ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത് ഏത് ഫിലമെന്റുകൾക്ക് എലോങ്ങേഷനോ കംപ്രഷനോ ഇല്ലാത്ത ഒരു ഹൊറിസോണ്ടൽ സർഫസിനെയാണ്, ബീമിലുള്ള ഹൊറിസോണ്ടൽ സർഫസിനെയാണ് ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത്. അതേസമയത്ത് ബെൻഡിങ് നടക്കുന്ന വെർട്ടിക്കൽ പ്ലെയിനിനെയാണ് പ്ലെയിൻ ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഓരോ കർവിനെയും സെന്റർ ഓഫ് കർവേച്ചറുകളെല്ലാം ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ന്യൂട്രൽ സർഫസ്. സോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബെൻഡിങ്. പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനെയാണ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങും പ്ലെയിൻ ഓഫ് ന്യൂട്രൽ സർഫസും പ്ലെയിൻ ഓഫ് ബെൻഡിങ്ങും കോയിൻസൈഡ് ചെയ്യുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് എന്ന് നമ്മൾ ഓൾറെഡി പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി മൊമെന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബീമാണ് സങ്കല്പിക്കുന്നത്. ആ ബീമിലേക്ക് 2 ഫോഴ്സ് ആക്ട് ചെയ്യണം, 2 എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. അത് 2 എക്സ്റ്റേണൽ ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ആ 2 ഫോഴ്സുകൾ പെർപെൻഡിക്കുലർ ആയിരിക്കണം, ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ സന്ദർഭത്തിൽ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബീം എടുത്ത് ആ ബീമിന്റെ ഒരറ്റം ഫിക്സ് ചെയ്തിട്ട് മറ്റേ അറ്റം ഒരു ലോഡ് ഹാങ് ചെയ്യുകയാണെങ്കിൽ, ഒരു വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ആ ലോഡ് നമ്മൾ ഒരു ബീമിന്റെ അറ്റത്ത് ആക്ട് ചെയ്ത കൊടുത്ത ലോഡ് വെയിറ്റ് എന്ന് പറയുന്ന ഒന്ന്. രണ്ടാമത്തേത് മറ്റേ അറ്റത്ത് നമ്മൾ അതിനെ ഫിക്സ് ചെയ്തത് കൊണ്ട് കിട്ടുന്ന റിയാക്ഷൻ. അപ്പൊ ഈ 2 ഫോഴ്സുകളും ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ ആണ്. മാത്രമല്ല അത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ബീമിന് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഉണ്ടാവും. ആ മൊമെന്റ് എന്ന് പറയുന്നതിനാണ് ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ബെൻഡിങ് കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് 3ാമത്തെ സ്ലൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സിൻസ് ദ ബീം ഈസ് ഇൻ ഇക്വിലിബ്രിയം ദെർ ഷുഡ് ബി അനദർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ആ ബീമിന്റെ സെന്റർ ന്യൂട്രൽ സർഫസ് n ഡാഷ് ആണ്. അതിന്റെ മുകളിലത്തെ ഫിലമെന്റ്സും താഴത്തെ ഫിലമെന്റ്സും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആ മുകളിലത്തെ ഫിലമെന്റ്സ് എലോങ്ങേറ്റ് ചെയ്യുകയും താഴത്തെ ഫിലമെന്റ്സ് കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ which balance bending since only other forces acting on the section EFBC എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഒരു ചെറിയ സെക്ഷൻ, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ 2 തരത്തിലുള്ള ഫിലമെന്റ്സുകൾ കംപ്രസ് ചെയ്യുന്ന ഫിലമെന്റ്സ് താഴെ കാണാൻ സാധിക്കും, മുകളിലത്തെ ഫിലമെന്റ്സ് എലോങ്ങേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ നമ്മൾ എടുക്കുന്ന സെക്ഷനിലെ ഒരു പർട്ടിക്കുലർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൽ
filaments below the neutral axis will exert a force on the right towards the right, and the filaments above the neutral axis exert a force on the left side. അപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ദ കപ്പിൾ ആക്ട് ചെയ്യുന്നു. ആ ഒരു കപ്പിൾ ആക്ട് ചെയ്യുകയും അവിടെ ഒരു എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദ മൊമെന്റ് ഓഫ് ദിസ് കപ്പിൾ ഈസ് നോൺ എസ് മൊമെന്റ് ഓഫ് ദ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. അതായത് ഈ ബെൻഡ് ചെയ്യാതിരിക്കാനുള്ള ഇന്റേണൽ എലാസ്റ്റിസിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇന്റേണൽ മൊമെന്റ്. അതായത് ബെൻഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നെങ്കിലും അതിനെ ഓപ്പോസ് ചെയ്യുന്ന എലാസ്റ്റിസിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു ഇന്റേണൽ മൊമെന്റിനെയാണ് ഇവിടെ മൊമെന്റ് ടു റെസിസ്റ്റൻസ് ടു ദ ബെൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ എടുക്കുന്നു, അത് ഒരു വെർട്ടിക്കൽ സെക്ഷൻ ആണ്. ആ വെർട്ടിക്കൽ സെക്ഷനിൽ ഫിലമെന്റ്സ് കാണാൻ സാധിക്കുന്നു, എ ഡാഷ് സി ഡാഷ്, മാത്രമല്ല ബി ഡാഷ് ഡി ഡാഷ്. ഇത് ഏറ്റവും താഴത്തെ ഫിലമെന്റ് ആണ്, ഇത് ഏറ്റവും മുകളിലത്തെ ഫിലമെന്റ് ആണ്. ഇ ഡാഷ് എഫ് ഡാഷ് ഒരു ജനറൽ സെക്ഷൻ ഫിലമെന്റ് ആണ്. അപ്പോ ഇ ഡാഷ് ഇ എഫ് എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിസ് ആണ്, ഇ ഡാഷ് എഫ് ഡാഷ് ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സ്മോൾ പാർട്ട് ഓഫ് ദ ബീം ഈസ് കൺസിഡേർഡ് ആൻഡ് ബൗണ്ട് ബൈ ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എ ബി ആൻഡ് സി ഡി ആൻഡ് ബെൻഡ് ചെയ്തതിന് ശേഷം എ ബി സി ഡി നേരെ ആയിരുന്നത് ബെൻഡ് ചെയ്താൽ ഇങ്ങനെ വളഞ്ഞ ഫിഗർ സി പോലെ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡെറിവേഷൻ്റെ ഒരു ഭാഗമാണ്. ഇ എഫ് റെപ്രസെന്റ്സ് ന്യൂട്രൽ സർഫസ് വിച്ച് ഇസ് നെയ്തർ എലോങ്ങേറ്റഡ് നോർ ഷോർട്ടൻഡ്. സിൻസ് ദ ബീം ഇസ് into the form of an arc, it forms a part of a circle with the center of curvature at O. Let O be the angle subtended by the arc at O and R the radius of curvature. ഇപ്പോൾ ബിഫോർ ബെൻഡിങ് ആഫ്റ്റർ ബെൻഡിങ് നമ്മൾ ആർക്കിന്റെ കൺസെപ്റ്റ് അറിയുന്ന ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ. അവസാനം നമ്മൾ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സ്ട്രെയിനിന്റെ കാൽക്കുലേറ്റ് Z/R വരുന്നു. അതിനുശേഷം ഈ സ്ട്രെയിനിനെ യങ്സ് മോഡുലസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ. അങ്ങനെ നമ്മൾ ഈ ഐയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ YI/R, ദാറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് ഓഫ് എ ബീം. ഒരു ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് അത് റെക്ടാങ്കുലർ ബീം ആകാം അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ബീം ആകാം. രണ്ടായിരുന്നാലും ഐയുടെ വാല്യൂ മാറുന്നതേ ഉള്ളൂ. BD3/12 ആയിരിക്കും റെക്ടാങ്കുലർ ബീം ആണെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ YI/R ആണ് എന്ത് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതി നോക്കാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും.